ശ്രീ ചാണ്ടി ഉമ്മൻ, നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യം എടുത്തു ചോദിക്കേണ്ടി വരുന്നത്. അതായത് ഈ 121 നമ്പർ ഇടിമുറി അങ്ങനെയൊന്നില്ല എന്ന് CPIM, SFI ഒക്കെ വളരെ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു ഇടിമുറി 121, 121 അങ്ങനെയൊരു ഇടിമുറി റിസർച്ച് ഹോസ്റ്റലിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? സമരത്തിനൊപ്പം ഉണ്ടായിരുന്നയാളാണല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ MLA, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇന്നലെ അവിടെ ഷാൻജോ എന്ന് പറഞ്ഞ ആ പയ്യനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കസേരയിരുത്തി വിചാരണ നടത്തി കൊല്ലുന്നൊരു സിറ്റുവേഷൻ. അവൻ പറഞ്ഞു സിദ്ധാർത്ഥൻ എന്തനുഭവിച്ചു എന്ന് ഞാൻ കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞു ധീരജാണ് ഏറ്റവും അവസാനത്തെ SFIയുടെ രക്തസാക്ഷി. പക്ഷെ SFI രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേറെ. ആ രക്തസാക്ഷികളിൽ ഒന്നാണ് സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥന് നീതി കിട്ടാൻ ഞാൻ ഉപദേശിച്ചയാളാണ് ഒരു ദിവസം മുഴുവൻ. സിദ്ധാർത്ഥനോടൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിനോടൊപ്പം എല്ലാ പാർട്ടിക്കാരും പോയി. നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. CBIക്ക് കേസ് വിട്ടു ഇല്ലേ? അപ്പോൾ ഏറ്റവും അവസാനത്തെ SFIയുടെ ഇര ആരാ? സിദ്ധാർത്ഥനാണ്. ആ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനോട് എന്താ ചെയ്തത്? സിദ്ധാർത്ഥനോട് എന്താ ചെയ്തത്? 3 ദിവസം പട്ടിണി കിട്ടു, 3 ദിവസം വെള്ളം കൊടുക്കാതെ, ഒരു തുള്ളി ഭക്ഷണമില്ലാതെ ആ കുട്ടി മരിച്ചപ്പോൾ അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? ആ കുട്ടിയെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ അവിടുത്തെ അധികൃതർ ഉൾപ്പെടെ ശ്രമിച്ചു ഇല്ലേ? അങ്ങനെ സിദ്ധാർത്ഥനെ മോശക്കാരനാക്കി അവൻ്റെ മറ്റൊരു വശമുണ്ടെന്നും വേറെ കാര്യങ്ങൾ കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തി കഴിഞ്ഞ കുറേ നാളുകളായി, ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം, മലീമസമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവർത്തിച്ചു. പക്ഷേ ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയത്തെ തച്ചുടയ്ക്കും, ഇത് വലിച്ചെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് രാഷ്ട്രീയത്തിനും നല്ലതാണ്. അതൊക്കെ ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ ഇടിമുറി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്, എന്താണ് എന്ന് കൃത്യമായി പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. ഇതിപ്പോൾ KSUവിനെ വളർത്താൻ വേണ്ടി KSU മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണ് എന്ന് SFI മറുഭാഗത്ത് ശക്തമായി വാദിക്കുന്നുണ്ട്. തൊട്ടുമുൻപ് കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള സർവകലാശാലയിലെ പല കോളേജുകളിലും മാറിവാനിയോസിലടക്കം മുന്നേറ്റമുണ്ടാക്കാൻ KSUവിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ കാര്യവട്ടം ക്യാമ്പസിലേക്ക് KSU പിടിമുറുക്കുന്നത് അത് SFI എന്ത് വില കൊടുത്തും ചെറുക്കില്ലേ? ആ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണോ അവിടെ നടന്നത്? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? സാൻ ജോസ് റിസർച്ച് യൂണിയൻ ഹോസ്റ്റലിലേക്ക് ബന്ധുവിനൊപ്പം നടന്നു ചെല്ലേണ്ട സാഹചര്യം എന്തായിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ? സാൻജോയെ കൊണ്ട് കാറെ കൊണ്ട് അദ്ദേഹം വിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കാറ് തടഞ്ഞ് കാറിൻ്റെ കീ മേടിക്കുകയാണ്. അപ്പോൾ സാൻജോ ചെയ്ത തെറ്റെന്താണ്? അവിടെ ഒരു ഫ്ലെക്സ് വെച്ചു, അവിടുത്തെ ഫസ്റ്റ് ഇയർ ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്തു. അത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമല്ലേ? ഒരു ഫ്ലെക്സ് വെച്ചതിൻ്റെ പേരിലാണ് ഒരു വിദ്യാർത്ഥിയെ ഇടിമുറി കയറ്റി വിചാരണ ചെയ്യുന്ന രീതിയിൽ കസേരയിൽ ഇരുത്തി ചെയ്തത്. അതേപോലെ അവൻ ശ്വാസം മുട്ടി കൊല്ലിക്കുവാൻ ശ്രമിച്ചത്. അതിനുശേഷം പോലീസ് എന്ത് ചെയ്തു? പോലീസ് അവനെ ആശുപത്രി കൊണ്ടുപോകാൻ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മൊഴി എടുത്തിട്ടില്ല. ഒരു കേസ് എടുക്കാൻ ജനപ്രതിനിധി ചെല്ലേണ്ടി വന്നു, MLA ഞാൻ ചെല്ലേണ്ടി വന്നു ഒരു മൊഴി എടുക്കാൻ. കേസ് എടുക്കുന്ന പോട്ടെ, അവസാനം ഞങ്ങൾക്കെതിരെയും കേസ്. അപ്പോൾ എന്താണ് ഇവാനിസിലെ സാഹചര്യം? ഞാൻ പറയേണ്ട കാര്യമില്ല. 21 വർഷങ്ങൾക്ക് മുമ്പ് 24 വർഷം മുൻപ് SFI ആയിരുന്നു. 24 വർഷത്തിന്റെ ഇടവേളയാണ് അവസാനിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് 21 വർഷം മുമ്പ്, അതായത് 2003 ഞാൻ അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ അവിടെ പഠിക്കുന്ന സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ KSUവിനോടൊപ്പം ഉണ്ടാവുള്ളൂ. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും തല്ലും. ദിവസവും ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് തല്ലും. എന്നെ തല്ലത്തില്ല, കാരണം ഞാൻ ഉമ്മൻചാണ്ടി മകനെ കൊണ്ടായിരിക്കാം. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും തല്ലും. ഞങ്ങളെ മാനസികമായി തളർത്തുവാൻ നടത്തിയ ശ്രമമാണ്. അതിനുശേഷവും വർഷങ്ങൾ ഈ അക്രമ രാഷ്ട്രീയം ഞങ്ങൾ നേരിട്ടു. അതിനെ ഞങ്ങൾ തോൽപ്പിച്ചു. കഴിഞ്ഞ വർഷം യൂണിയൻ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ യൂണിയൻ പിടിച്ച് ഞാൻ ആ പരിപാടിയിൽ പോയി യൂണിയൻ ഇനോഗ്രേഷനിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് വിയോജിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വിയോജിക്കുന്നു, ചാണ്ടി ഉമ്മൻ പറഞ്ഞ പല കാര്യങ്ങളും വിയോജിക്കുന്നു. ഞാൻ പറഞ്ഞു വളരെയധികം സന്തോഷം, നിങ്ങളിങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഇന്ന് അവസരം ഉണ്ടായത് KSU ഇവിടെ ഭരിക്കുന്നുണ്ടാണ്. SFI ആണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ SFIയുടെ ഒരു അതിഥി വരുമ്പോൾ SFIയുടെ അതിഥിയോട് അങ്ങനെ സംസാരിക്കുവാൻ അവസരം ലഭിക്കത്തില്ല. പക്ഷേ KSU ഇവിടെ ഭരിക്കുമ്പോൾ KSUവിൻ്റെ അതിഥി വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു അഭിപ്രായത്തെ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം യോജിക്കണമെന്നില്ല. ഇതാണ് KSUവും SFIയും തമ്മിലുള്ള വ്യത്യാസം. എവിടെയൊക്കെ SFI ഭരിക്കുന്നു, ഈ തരത്തിലുള്ള ഒരു എന്താ പറയുക, എല്ലാ അഭിപ്രായങ്ങളെയും
ഞങ്ങൾ പറയുന്ന മാത്രമാണ് യഥാർത്ഥ അഭിപ്രായം, വേറൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്നൊരു നിലപാടാണ്. അതുകൊണ്ടെന്താ ഇന്ന് SFIക്ക് നഷ്ടമായ യൂണിയനാണ് മാരി വൻസിൽ യൂണിയൻ. ഇതുപോലെ കേരളത്തിലെ എല്ലാ യൂണിയനുകളും നഷ്ടപ്പെടാൻ പോവുകയാണ് SFIക്ക്. SFI തിരുത്തുക, തെറ്റ് തിരുത്തുക. നമുക്ക് JNU മോഡൽ രാഷ്ട്രീയത്തിലേക്ക് പോവാം. അവിടെയാണ് കാരണം SFI മാറിയാലുള്ള അപകടം സംസ്ഥാനത്ത് നമ്മൾ കാണും. CPM മാറിയാലുള്ള അപകടം എന്താണ് സംസ്ഥാനത്തിന് അറിയാം. അതുകൊണ്ട് സ്വയം തെറ്റ് തിരുത്തുക എന്നുള്ളത് CPM-നും SFIക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.